ഹായ് ഹലോ ഗൈസ്. അപ്പം ആപ്പിൾ വാച്ച് സീരീസ് 6 ക്ലോണിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഒരു ക്ലോണിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ആപ്പിൾ ലോഗോ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. സോ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും, കൊടുക്കുന്ന പ്രൈസിന് ഇത് വേർത്താണോ, അതുപോലെ തന്നെ ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോട്ട്. സോ ഇതാണ് ആപ്പിൾ വാച്ച് സീരീസ് 6 ക്ലോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സെൻട്രലായിട്ട് വാച്ച് എന്ന് ഓർത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ സീരീസ് 6 എന്നും 44mm സ്ട്രാപ്പ് ആണെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ മെയ്ഡ് ഇൻ ചൈന, പിന്നീട് വേറെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കവറിൽ നിന്ന് മെയിൻ ബോക്സിലേക്ക് വരാം. കവറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ രണ്ട് ബോക്സ് എന്ന് പറയുന്നത്. ഒന്ന് മെയിൻ വാച്ചിൻ്റെ ബോക്സ്, പിന്നീട് സ്ട്രാപ്പിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത്. നമുക്ക് സ്ട്രാപ്പ് മാറ്റി വയ്ക്കാൻ നമുക്ക് മെയിൻ ബോക്സിലേക്ക് വരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒന്ന് മെയിനായിട്ട് വാച്ച് വരുന്നുണ്ട്. പിന്നീട് ഒരു ബുക്ക്ലെറ്റ്, യൂസർ മാനുവലാണ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സുമാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചൈനീസും ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആയിട്ടാണ് വരുന്നത്. സോ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് മെയിൻ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് വാച്ച് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയുള്ള, കാണാൻ വയർലെസ് ആണ് തോന്നിപ്പിക്കുമെങ്കിൽ പോലും ഇതൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ചാർജിങ് ടൈപ്പാണ് വരുന്നത്. സോ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്നുണ്ട് ചാർജറാണെങ്കിൽ തന്നെ. വാച്ചിലേക്ക് വരും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ബോക്സ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് സ്ട്രാപ്പിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. പുറകിലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. സോ നമുക്ക് എനിവേ ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്തും വേറൊരു കവറിനും കൂടെ വരുന്നുണ്ട്. ഇതിലും ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ബോക്സ് പാക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പാക്കിങ്ങിൽ തന്നെയാണ് ഈ സാധനം വരുന്നത് തന്നെ. സോ ഇതാണ് സ്ട്രാപ്പ്, ബ്ലാക്ക് ആയിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിലും ഇതിനെപ്പറ്റി ഒരുപാട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒന്നിച്ച് വരുന്ന സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഒരു 44mm ലെതർ ടൈപ്പായിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിലൊന്നും ഇഷ്യൂസും ഇല്ല. ഇനി നമുക്ക് മെയിനായിട്ട് വാച്ചിലേക്ക് വരാം. സോ ഇതിൻ്റെ സ്ക്രീന് സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് പീൽ ഓഫ് ചെയ്ത് കളയാം. സോ ഇതാണ് ആപ്പിൾ വാച്ച് സീരീസ് 6 ക്ലോൺ വിത്ത് ആപ്പിൾ ലോഗോ വരുന്ന വാച്ച് എന്ന് പറയുന്നത്. സോ അപ്പം ഈ ഒരു വാച്ചിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ക്രൗൺ വരുന്നുണ്ട്. അതിൽ തന്നെ സ്ക്രോളിംഗ് ബട്ടൺ വരുന്നുണ്ട്. പിന്നീട് മൈക്കും വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് വരുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ആയിട്ട് വരുന്നത്. സോ എനിവേ നമുക്ക് ഈ ഒരു വാച്ച് ഓൺ ചെയ്യാം. സോ അപ്പം ആപ്പിളിൻ്റെ ലോഗോ ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ എടുത്തു വേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പം ഈ ഒരു ലോഗോ വരുന്നതാണ്. സോ അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു വാച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നത്. സോ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വാച്ച്. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതിൻ്റെ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നീട് ചാർജിങ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസ്. പിന്നീട് ബാക്ക് മുഴുവൻ ഗ്ലാസ് ആണ് കേട്ടോ. നല്ല പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് വാച്ച് ഫേസസ് ഒക്കെ തന്നെ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഈ ഒരു വാച്ചിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ നമുക്കിവിടെ മുകളിലായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ട് എടുത്തു വേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് 3 സ്റ്റൈലിലുള്ള മെനു ബാർ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് അപ്പം ഒന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാക്ക് അടിക്കാം. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഇതാണ് മെയിനായിട്ട് ആപ്പിൾ വാച്ചിലൊക്കെ വരുന്ന ഒരു മെയിൻ മെനു ബാർ സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ 3 തരത്തിലുള്ള മെനു ബാർ സ്റ്റൈൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാച്ചിൽ മെയിനായിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കലണ്ടർ വരുന്നുണ്ട്, കാൽക്കുലേറ്ററൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റായിട്ട് വരുന്നത് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നീട് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നീട് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ബ്രൈറ്റ്നെസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫുൾ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. സോ പിന്നീട് സ്ക്രീൻ ഓഫ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. 60 സെക്കൻഡാണ് ഏറ്റവും ടോപ്പായിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നീട് സൗണ്ട്, വോളിയം, പിന്നീട് മോഷൻ സെറ്റിംഗ്, മെയിൻ മെനു ബാർ സ്റ്റൈൽ മാറ്റാം, പവർ സേവിങ് മോഡ്, സെക്യൂരിറ്റി, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അബൌട്ട് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡൽ നമ്പർ, അതുപോലത്തെ വേർഷൻ, മോഡൽ, സീരിയൽ നമ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അബൌട്ട് സെക്ഷനിലും വരുന്നുണ്ട്.
പിന്നീട് ഈ ഒരു വാച്ചിന് സൈഡ് ബാർ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബാറിലാണ് തന്നെ ടൈം വരുന്നത്. പിന്നീട് നോട്ടിഫിക്കേഷൻസിൻ്റെ ഏരിയ വരുന്നുണ്ട്. കോൾ ഡയലറും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു സ്മാർട്ട് വാച്ചാണ്. സോ അതിന് ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടലി 1 to 3 days ആണ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 hours എടുക്കും ഫുൾ ചാർജ് ആവാൻ വേണ്ടി, 0 to 100 ആവാൻ വേണ്ടിയിട്ട്. സോ ബാറ്ററി ലൈഫ് അത്യാവശ്യം 3 days എന്ന് പറയുന്നത് നമ്മൾ നോർമലി അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല, ടൈം മാത്രം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടും. ഓവർ യൂസ് ആണെങ്കിൽ തന്നെ ബാറ്ററി ലൈഫ് ആ റേഞ്ചിൽ തന്നെ കിട്ടത്തുള്ളൂ. സോ ബാറ്ററി ലൈഫ് ഓക്കെ ആണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. സോ ഓവറോളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. ആ 2000 രൂപയ്ക്ക് ഇത് വേർത്താണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എക്സാക്ട്ലി ഒരു ആപ്പിൾ വാച്ച് സീരീസ് 6ൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അലുമിനിയം ബോഡിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനും ഒരു ഫീലിങ്സും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു വാച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രാപ്പ് ആണെങ്കിൽ തന്നെ ഈ ഒരു സ്ട്രാപ്പ് മാത്രമല്ല വേറെ ഒരുപാട് സ്ട്രാപ്സ് അവൈലബിൾ ആണ്, വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടുന്നുണ്ട്. സോ പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, നല്ലൊരു ക്വാളിറ്റിയൊക്കെയുള്ള നല്ല ബ്രൈറ്റ്നസും എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നീട് ആപ്പിളിൻ്റെ ലോഗോ വരുന്നുണ്ട് ഓണും ഓഫും ചെയ്യുന്ന സമയത്ത്. പിന്നീട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടൊരു ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൻ്റെ ഒരു വേർത്തായിട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ഒക്കെ വന്നിരിക്കും. ബൈ.